പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ്. സീസറിന് നികുതി. അപ്പോൾ ഫരിസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെ മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ് അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേതെന്നവർ പറഞ്ഞു. അവൻ അരുളിച്ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ഫരിസേയർ ഗൂഢാലോചന നടത്തുന്നു. തങ്ങളെ രാഷ്ട്രീയ അടിമത്തത്തിലാക്കിയിരിക്കുന്ന റോമൻ ഭരണത്തിൽ നിന്നും എപ്പോൾ സ്വാതന്ത്ര്യം നേടാമെന്ന് നോക്കിയിരിക്കുന്ന യഹൂദ ജനതയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് എന്തുത്തരം കൊടുത്താലും പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് അവർ യേശുവിൻ്റെ അരികിലെത്തുന്നത്. ഹെരോദേസ് പക്ഷക്കാർ റോമൻ ഭരണത്തെ അനുകൂലിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യം യേശുവിനെ ഇല്ലാതാക്കുക എന്ന് മാത്രമാണ്. ആദ്യം യേശുവിനെ മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവർ പ്രശംസ കൊണ്ട് മൂടുന്നു. യേശുവിനോടുള്ള ചോദ്യം സീസറിന് നികുതി കൊടുക്കണോ വേണ്ടയോ എന്നതാണ്. നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മുമ്പിൽ യേശുവിൻ്റെ വില പോകും. കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ റോമിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവനാകും. യേശു ഒരു നാണയം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഫരിസേയൻ്റെ കയ്യിലിരുന്ന റോമൻ നാണയം അവർ നീതി കൊടുക്കാൻ ഉപയോഗിക്കുന്ന, അവരെ അശുദ്ധമാക്കുമെന്ന് പറയുന്ന നാണയം തന്നെയാണ്. പരസ്യമായി നികുതി കൊടുക്കരുതെന്ന് വാദിക്കുകയും എന്നാൽ അത് കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. റോമൻ ചക്രവർത്തിയായിരുന്ന തിബേരിയോസ് സീസറിൻ്റെ രൂപവും ദിവ്യനായ അഗസ്റ്റസിൻ്റെ മകൻ എന്ന എഴുത്ത് ഒരു വശത്തും പ്രധാന പുരോഹിതൻ എന്ന മുദ്രണം മറുവശത്തുമുള്ള ഒരു നാണയം. യഹൂദന്മാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന നാണയമെന്ന് അവർ തന്നെ പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്നു. ഇവിടെ ഫരിസേയരുടെ തെറ്റായ ചിന്താ രീതിയെ മാറ്റാനും യേശു പരിശ്രമിക്കുന്നു. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന ഉത്തരത്തിൽ ഒരേ സമയം രാഷ്ട്രീയ പ്രശ്നവും മതപരമായ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു. റോമൻ നാണയത്തിൽ സീസറിൻ്റെ രൂപമാണുള്ളതെങ്കിൽ അത് സീസറിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്തിലാണോ ആരിലാണോ പതിഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിനുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിനുള്ളതാണ് എന്നർത്ഥം. സൃഷ്ടാവായ ദൈവത്തിന് തന്നെ തിരികെ സമർപ്പിക്കുന്നതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അനുദിനം നന്മയും കരുണയും നിറയുന്ന പ്രവർത്തനങ്ങളിലൂടെ യേശുവിൻ്റെ പ്രതിഫലനങ്ങളാകുന്ന ദൈവമക്കളായി ഇന്നത്തെ ലോകത്ത് മാറാൻ നമുക്ക് പരിശ്രമിക്കാം.